തീർച്ചയായും മറ്റൊരു പ്രധാന കാര്യം ഫയർഫോഴ്സിൻ്റെ ഒരു സേവനമാണ്. ഫയർഫോഴ്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു രീതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇന്നലെ മുതൽ കാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമം അതുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയ തെരച്ചിലാണ്. ഭാഗ്യവശാൽ അവരെ ഒന്നിച്ച് തന്നെ നിൽക്കാൻ പറ്റി. അവർ ഈ വനമേഖലയായിട്ട് നല്ല ബന്ധമുണ്ട്. വിറക് ശേഖരിക്കാനും പശുക്കളെ മേയ്ക്കാനൊക്കെ നടന്നുകൊണ്ട് ഈ മേഖലയായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അതൊക്കെ അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ പാറയുടെ മുകളിൽ കയറി നിന്നാണ് അവർ രാത്രി മൊത്തം കഴിച്ചു കൂട്ടിയത്. ഞങ്ങളുടെ ടീമും അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആനയെ പേടിച്ച്. അപ്പോൾ ആന ഇവിടെ വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും നായാട്ടുകാരോ മറ്റോ ആയിരിക്കാമെന്നോർത്ത് ഭയന്നിട്ട് അവർ മിണ്ടാതിരിക്കുക ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും രാവിലെ എല്ലാവരും പോയി നാട്ടുകാരെ പ്രവർത്തനം, ഗ്രാമപഞ്ചായത്തിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, നല്ലവരായ ഒരുപാട് നാട്ടുകാർ അവർ രാവിലെ തന്നെ തെരച്ചിൽ തുടങ്ങി. ബഹുമാനപ്പെട്ട DFO സാറ് രാവിലെ അഭിമുഖം കൊടുത്തിരുന്നു. വിളിച്ച് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി എല്ലാവർക്കും. കാരണം അവർ മൂന്ന് വഴിക്കൂടെ ചന്നഞ്ചിന്നായി പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ദുഃഖകരമായ വാർത്ത കേൾക്കാൻ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അതിലൊരു ചേച്ചിക്ക് മാത്രം ശകലം ഷുഗറിൻ്റെ പ്രശ്നമുള്ളൂ. അതിപ്പോൾ എന്തായാലും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. ഗ്രാമം മൊത്തം ഒരു ദുഃഖത്തിലായിരുന്നു ഇന്നലെ തൊട്ട്. എന്തായാലും എല്ലാവരും അതീവ സന്തോഷത്തിലാണ്. ഞങ്ങളും തികഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ്, സന്തോഷത്തിലാണ്. തീർച്ചയായും എന്തായാലും ഇത് തന്നെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ആളുകൾക്കും പറയാനുള്ളത്. അവരുടെ വീട്ടുകാർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യവും ഈ പ്രദേശത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. നാട്ടുകാർക്കൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ മേഖലയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സഹായിച്ച വനംവകുപ്പ് വാച്ചർമാർ, ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകൾ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ ഇവർക്കായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുത്തിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു വരും, നമ്മളിവിടെ നിന്ന് വന്നപ്പോൾ ആദ്യ സമയം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഈ കാണുന്ന അട്ടിക്കളം ഇവർ താമസിക്കുന്ന പ്രദേശം. ആ പ്രദേശത്ത് നിന്ന് ഈ റോഡിലൂടെ വന്ന് ഇതുവഴി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഉൾക്കാട്ടിലേക്ക് അവർ പോയത്. വന്നപ്പോൾ മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ് ആ ഭാഗത്ത് അവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ അവിടെ തന്നെ കൃത്യമായി ഇന്നലെ വൈകുന്നേരം 4:45 കൂടിയാണ് ഈ മായ എന്ന് പറയുന്ന ചേച്ചി കുടുംബാംഗങ്ങളോട് സംസാരിച്ചത്. അതിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ചീനിമരത്തിനോട് ചേർന്ന് ഒരു പാറയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. താഴത്തെ ഒരു ചെക്ക് ഡാം മാതിരിയുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്ഥലം അത്രയും കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഈ കുടുംബാംഗങ്ങളുടെ ഒരു ആവശ്യപ്രകാരം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടുന്ന ടീം, പ്രത്യേകിച്ച് ഈ നാടിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾ, അവരുടെ എല്ലാം ഒരു സംഘം ആ ഭാഗത്തേക്ക് നീങ്ങിയത്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇന്നലെ മുതൽ തെരച്ചിൽ നടത്തിയിരുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അതിലുള്ള പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ മൂടൽ മഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി. അതിനുശേഷമാണ് പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് വീണ്ടും പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ആ പരിശ്രമം അത് വേണ്ടി വന്നില്ല. കാരണം അതിനു മുമ്പായി തന്നെ ഈ കൂട്ടത്തിൽ പോയ ആളുകൾ, ഇന്നലെ വനത്തിനുള്ളിൽ കഴിഞ്ഞ ആ സംഘം, ആ പ്രത്യേക സംഘം, അവർ ഇവരെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും വനംവകുപ്പ് എല്ലാം ചെന്ന് പോകുന്ന ആ ഒരു സംഘം പോകുമ്പോഴും ഇവർ ആ ശബ്ദമൊക്കെ കേട്ടിരുന്നു. ആളുകൾ അതുവഴി കടന്നു പോകുന്ന കാര്യമെല്ലാം തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ നായാട്ടുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക സംഘങ്ങളോ ആയിരിക്കാം എന്നുള്ള ഒരു കരുതലിൽ അവർ മിണ്ടാതെ തിരിച്ചെത്തിയെന്ന് പറയുന്നത് തന്നെ വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. സിജോ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ഇന്നലെ ഉച്ചയ്ക്കാണല്ലോ ഇവർ ഈ വനത്തിലേക്ക് പോയത്, പശുവിനെ തിരഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ എങ്ങനെയാണ് ഈ വനത്തിനുള്ളിലേക്ക് ഇവർ പോകുന്നത്? ആനയെ കണ്ട് ഭയന്ന് ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു, അങ്ങനെ വഴിതെറ്റിയതാണോ? ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഇവരുടെ ഒരു പശുവിനെ, മായയുടെ പശുവിനെ 2-3 ദിവസമായി കാണാനില്ലായിരുന്നു. കാണാനായതിനെ തുടർന്നാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ഈ 3 പേർ ഇവിടെ നിന്ന് പോകുന്നത്. ഈ 3 പേരും ഈ വനമേഖലയിലേക്ക് കടന്നു പോകുന്നു. വനത്തിനുള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം വനത്തിനുള്ളിൽ കയറി ചെന്ന് അവിടെ പശുവിനെ തെരഞ്ഞ് സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയോടുകൂടി അവിടെ നിന്ന് തിരികെ ഇറങ്ങുകയാണ്. തിരികെ ഇറങ്ങുന്നതിനിടയിൽ ഇവർ വീടിൻ്റെ തൊട്ട് സമീപത്തേക്ക് തന്നെ വന്നതാണ്. വീടിന് സമീപത്തേക്ക് എത്തിയപ്പോഴാണ് ഇവർ വന്യമൃഗങ്ങളുടെ മുന്നിൽ അകപ്പെടുന്നത്, ആനയുടെ മുന്നിൽ അകപ്പെടുന്നത്. ഉടനെ തന്നെ ഇവർ തിരിഞ്ഞു നടക്കുകയായിരുന്നു. വീടിന് സമീപത്തേക്ക് എത്താറായി എന്നാണ് ഈ പാറക്കുട്ടി ചേച്ചി അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇവർ തിരിഞ്ഞു പോകുന്നതിനിടയിലാണ് ഇവർ ഏത് ഭാഗത്തേക്ക് നീങ്ങ് എന്നുള്ള കാര്യം അവർക്ക് ദിശ മനസ്സിലാവുന്നത്, ദിക്കുമുട്ടി പോകുന്നത്. പക്ഷേ ഒരു കാര്യം അവർ ചെയ്തു, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പല ഘട്ടങ്ങളിലായി ചിന്നിച്ചെതിരി ഓടാതെ കൂട്ടത്തിൽ മുതിർന്നയാളായ പാറക്കുട്ടി ചേച്ചി പറയുന്ന കാര്യം, കാടിനെക്കുറിച്ച് പറയുന്ന കാര്യം, അത് അക്ഷരം പ്രതി മറ്റു 2 പേരും
അനുസരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് അവർക്ക് മാറാൻ സാധിച്ചു. അങ്ങനെ അവർ ഈ പാറയുടെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു, ചെറിയ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പേടിച്ചരണ്ടാണ് കഴിയുന്നത്. കാരണം നമുക്കറിയാം, കാടാണ്, ഉൾക്കാടാണ്, വന്യമൃഗങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് പൂയംകുട്ടി വനമേഖലയാണ്. പൂയംകുട്ടി വനമേഖലയിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എന്തായാലും വലിയ ദൂരമല്ല, അതൊരു 6 കിലോമീറ്റർ അപ്പുറം മാറിയാണ് ഇവർ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അവിടെ ഇരുന്നു. ഇതിനിടയിൽ ഈ അന്വേഷിക്കാൻ പോയ പല ആളുകളും അവർക്കിടയിൽ ചെന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ശബ്ദങ്ങളെല്ലാം അവർ കേട്ടിരുന്നു. പക്ഷേ അതേ സമയത്തെല്ലാം തന്നെ ഇവരുടെ ഒരു ചിന്ത പോയത് ഇത് കാട്ടുകള്ളന്മാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നായാട്ടുകാരോ ഒക്കെ ആയിരിക്കാം. അത് പേടിച്ച് അവർ മിണ്ടാതിരിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും അവർ പല ഭാഗങ്ങൾ ഇതിനിടയിൽ പോയ ആളുകൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് ഈ പോകുന്ന വഴിയെ ഈ വന്യമൃഗങ്ങളെ കാണേണ്ടി വന്നു. അതിനെ മറികടന്ന് പോകേണ്ടി വന്നു. ഇതിനിടയിൽ പല രീതിയിലുള്ള ത്യാഗങ്ങളും അവർക്ക് സഹിക്കേണ്ടി വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ മുതൽ 7 സംഘങ്ങൾ, അതിനുശേഷം ഈ വൈകിട്ട് 4:45 ഇവർ ഇതിനിടയിൽ പല പ്രാവശ്യവും ഈ മായയുടെ കയ്യിൽ മാത്രമാണ് ഫോൺ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ മായയുടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഏത് ഭാഗത്താണെന്നുള്ള ഏകദേശ സൂചനകളെല്ലാം തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ 5 മണിയോടുകൂടി ഫോൺ ഓഫ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഏത് ഭാഗത്താണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയിലേക്ക് എത്താൻ അവർക്ക് ആ ലാസ്റ്റ് സന്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലാസ്റ്റ് ഫോൺ സംഭാഷണത്തിൽ പറയുന്ന കാര്യം, തങ്ങൾ ഒരു പാറയുടെ സമീപത്താണുള്ളത്. തൊട്ടടുത്തൊരു ചീനി മരമുണ്ട്. അതിന് താഴത്തായിട്ട് ഒരു കുളം, ഒരു ചെക്കിട മാതിരിയുള്ളൊരു ഡാമുണ്ട്. അത് കാട്ടാനകൾക്ക് വെള്ളം കുടിക്കാനായി വനംവകുപ്പ് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ചുറ്റും ആനയുണ്ട്, പേടിയാകുന്നുണ്ട്, ഞങ്ങളൊരു പാറപ്പുറത്തിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു സന്ദേശമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. അതാണ് ഈ വിവരം കൃത്യമായിട്ട് ജയൻ, ഈ മായയുടെ ഭർത്താവ് ജയൻ, ഈ കാര്യം തൊട്ടടുത്ത സുഹൃത്തിനോട് പറയുന്നു. ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് ഇവിടുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം ആ ഭാഗത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള ആളുകൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വനപാലകരും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ ജയൻ ചേട്ടൻ്റെ മകനും ഉണ്ടായിരുന്നു. അവർ ഉൾപ്പെടെയാണ് ഈ സ്ഥലത്തേക്ക് പോയത്. അവരുടെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഏതെങ്കിലും തരത്തിൽ സിഗ്നൽ ലഭിക്കുമ്പോഴെല്ലാം ഇവർ ഈ ഭാഗത്തുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അത് അടിസ്ഥാനത്തിലായിരുന്നു ഈ നിരീക്ഷണം എല്ലാം തന്നെ നടത്തിയിരുന്നത്. ഒടുവിൽ അവരാണ്, ആ പോയ സംഘമാണ് ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതും കണ്ടെത്തുന്നതും. അതിനുശേഷമാണ് ഇവർ വിവരം ഔദ്യോഗികമായി സിജോ, ഒരു സംശയം. അപ്പോൾ ഇന്നലെ പോയ ഈ ടീം, ഈ സിജോ ഇപ്പോൾ പറഞ്ഞ ഈ ടീം അവിടെ തുടരുകയായിരുന്നോ? ആ ടീമാണോ അവരെ കണ്ടെത്തിയത്? ഇന്നലെ 7 സംഘങ്ങൾ ആയിട്ടാണ് ഇവർ തിരിഞ്ഞത്. 7 സംഘങ്ങളായി പലയിടങ്ങളിലായി തെരച്ചിലുണ്ടായിരുന്നു. അതായത് ഈ വനമേഖലയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പുറത്ത് കടക്കാനുള്ള സാധ്യതയുള്ള ഇടങ്ങൾ, ആ ഇടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് 7 സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇവർ 12 മണി വരെ ഈ സംഘങ്ങൾ തെരച്ചിൽ നടത്തി. അതിനുശേഷം 12 മണിയോടുകൂടി അവർ അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് എത്തി കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി. ഒരു സംഘം അപ്പോഴും വനത്തിനുള്ളിൽ തുടരുന്നു. അതിനുശേഷം ഇവിടെ തിരിച്ചെത്തിയതിന് ശേഷം ബാക്കി 3 സംഘങ്ങൾ, ഇതിന് പകരമായി 3 പുതിയ സംഘങ്ങൾ വീണ്ടും കാട്ടിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ 4 സംഘങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു സംഘം കൂടി അങ്ങനെ വനത്തിലേക്ക് പോയി. അങ്ങനെ 5 സംഘങ്ങളാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഒരു സംഘം ഈ കാട്ടിനുള്ളിൽ ഇവർ പറയുന്ന ഈ പ്രദേശത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്ത് അവിടെ തന്നെ കഴിയുകയും ചെയ്തു. കാരണം അവരുടെ നിരീക്ഷണം ഈ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിരാവിലെ തന്നെ മറ്റുള്ളവർ അകത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നാട് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കൂട്ടത്തിലുള്ള 3 പേരെയാണ് കാണാതായത്. ഉൾക്കാടാണ്, വന്യമൃഗങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ്. അത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ട്. കാരണം ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് ഇവിടുത്തെ ജനത താമസിക്കുന്നതും കഴിഞ്ഞു വരുന്നതും. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ കാട്ടാനശല്യമുള്ള പ്രദേശമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എങ്കിലും 3 മനുഷ്യജീവനുകൾ അത് കൈവിട്ട് കളയാൻ ഈ പ്രദേശവാസികൾ തയ്യാറായിരുന്നില്ല. പ്രദേശവാസികളുടെ കൂട്ടായിട്ടുള്ള ഒരു ഇടപെടൽ, അവരുടെ ഒരു നെഞ്ചുറപ്പ്, കൈക്കരുത്ത്, മനക്കരുത്ത്, അത് ഇതിനകത്ത് നിർണായകമായി. ഒപ്പം അതിനോട് ചേർന്ന് നിന്നു ഫയർഫോഴ്സ്, പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റ് നിർണായകമായിട്ടുള്ള ചില സഹായം, ഈ കാടിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ്, വന്യമൃഗങ്ങൾ ഏത് വഴിക്ക് വന്നാൽ അതിന് എങ്ങനെ മറികടക്കാനാകും, പ്രതിസന്ധികൾ അതിജീവിക്കാനാകും എന്നെല്ലാം വ്യക്തമായി ധാരണയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, വനംവകുപ്പ് വാച്ചർമാർ, അവരെയും ഇതിന് കാര്യത്തിൽ അവരുടെ പങ്കും നിർണായകമാണ്. ഇങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് ഈ 3
3 പേരെയും സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ ആയി എന്നുള്ളത്. ഇനിയുള്ളത് അവരുടെ പരിശോധനയാണ്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രഥമ ദൃഷ്ട്യാ അവരെ സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. നേരത്തെ മാധ്യമങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരെന്താണ് പറഞ്ഞത്? ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണോ? നമ്മൾ ഈ 3 പേരുടെയും പ്രതികരണം തേടിയിരുന്നു. 3 പേരും പറയുന്ന കാര്യം അവർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അകപ്പെട്ടു പോയത് കാട്ടിനകത്താണ്, ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞതാണ്, പാറപ്പുറത്താണ് കഴിഞ്ഞത്. പിന്നീട് അവർ പ്രാർത്ഥന മാത്രമായിരുന്നു അവരുടെ ആശ്രയം. അങ്ങനെ അവർ ആവുന്ന വിധത്തിലെല്ലാം പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പുലർച്ചെ എങ്ങനെയായാലും നമുക്ക് കാടിറങ്ങാനാകും എന്നൊരു വിശ്വാസം. അതിനേറ്റവും നിർണായകം ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് കരുത്തായത് ഈ പാറക്കുട്ടി അമ്മയുടെ പാറക്കുട്ടി ചേച്ചിയുടെ ഒരു ഉൾക്കരുത്താണ്. കാരണം ആ കാടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അവരുടെ ഒരു ഇടപെടൽ നിർണായകമായിരുന്നു. കാരണം ഏത് രീതിയിൽ വന്നാലും വന്യമൃഗങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മറ്റു മാർഗങ്ങൾ തേടേണ്ടത്, സുരക്ഷിതമായ ഇടത്തേക്ക് മാറേണ്ടത് എങ്ങനെയാണ്. ഇതിനിടയിൽ ഇവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വന്യമൃഗങ്ങളിലേക്ക് മുന്നിൽ അകപ്പെട്ടു. ആ സമയത്ത് ഇവർ ഓടി മാറി മറ്റൊരു വലിയ മരത്തിൻ്റെ മറവിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇവർ വീണ്ടും സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് നിന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു മനസാന്നിധ്യം കൈവിടാതെ അവർ കാട്ടിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ദിവ്യ.